ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് പ്ലേറ്റഡ് ക്രസന്റ് ഉള്ള ക്ലോക്ക് ടവറാണ് മക്ക റോയൽ ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവർ നിർമ്മിക്കുന്ന സമയത്ത് സൗദി രാജാവിന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ക്ലോക്ക് ടവറിന് മുകളിലായി ഒരു ഗ്ലാസ് സ്ട്രക്ചർ വേണമെന്നും അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഡയമണ്ട് പോലെ തോന്നണമെന്നും ആ ഡയമണ്ട് സ്ട്രക്ചറിന് മുകളിലായി 24 ക്യാരറ്റ് ഗോൾഡ് കവറിംഗ് ഉള്ള ഒരു ചന്ദ്രക്കല വേണമെന്നതുമായിരുന്നു ആ ആവശ്യം. ഇത്രയും ഭാരം പിടിച്ച ജോലി ചെയ്യാൻ അന്ന് ലോകത്ത് ഒരു കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ഫേമസ് ജർമ്മൻ കമ്പനിയായിട്ടുള്ള റിവ GmbH. പക്ഷേ ഈ കമ്പനിയുടെ എഞ്ചിനീയേഴ്സും ഇതിന്റെ ഓണറുമെല്ലാം മുസ്ലിം മതവിശ്വാസക്കാരല്ലായിരുന്നു. അതിവിടെ പറയാൻ കാരണം മക്കയിലേക്ക് പ്രവേശനം മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്ന് നമുക്കറിയാം. അതുപോലെ സൗദിയിലെ നിയമങ്ങളും കർശനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രശ്നത്തെ സൗദി അറേബ്യ മറികടന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വഴിയെ പറയാം. മക്ക റോയൽ ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകളിലെ ക്രസന്റ് അഥവാ ചന്ദ്രക്കല ഭാഗത്തിന് 2 പാസഞ്ചർ ബസ്സുകളുടെ ഭാരം ഉണ്ട് എന്നുള്ളതാണ് സത്യം. കൂടാതെ 600 മീറ്ററോളം ഉയരത്തിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെയുള്ള ഈ ടവറിലെ മറ്റൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് കിലോമീറ്ററുകൾ അകലെ നിന്ന് വരെ കാണാൻ കഴിയുന്ന ഈ വലിയ ക്ലോക്ക്. ഈ ക്ലോക്കിന്റെ ഓരോ സൈഡും 43 മീറ്റർ വൈഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ക്ലോക്കിന്റെ ഒരു സൈഡിന് മാത്രം 16,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതായത് 500 സ്ക്വയർ ഫീറ്റ് ഉള്ള 35 വീടുകൾക്കുള്ള സ്ഥലമാണിത്. അപ്പോൾ തന്നെ ഇതിന്റെ വലുപ്പം നമുക്ക് ഊഹിക്കാമല്ലോ. കൂടാതെ ഈ ക്ലോക്ക് ടവർ നിർമ്മിക്കാനായി $16 ബില്യൺ അഥവാ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യമനുസരിച്ച് 1,37,000 കോടി ഇന്ത്യൻ രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ലോകത്തിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സ്കൈക്രാപ്പറിൽ ഒന്നായി മക്ക റോയൽ ക്ലോക്ക് ടവർ മാറിയത്. കൂടാതെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ ബിൽഡിംഗും ഇതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായിട്ടുള്ള മസ്ജിദുൽ ഹറമിൽ നിന്നും വെറും 300 മീറ്റർ അകലെയായിട്ടുള്ള ഒരു വലിയൊരു കോംപ്ലക്സിന്റെ ഭാഗമായാണ് ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ 2002 മുൻപ് ഇവിടെ അജിയത് ഫോർട്രസ് എന്നൊരു കോട്ടയുണ്ടായിരുന്നു. ഈ കോട്ട 1780 ഒട്ടോമൻ സാമ്രാജ്യം കഅബ സംരക്ഷിക്കാനായി നിർമ്മിച്ചതായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിനായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തുന്ന പരിശുദ്ധമാക്കപ്പെട്ട പുണ്യഭൂമിയാണ് മക്ക. ഹജ്ജിന്റെ സീസൺ അല്ലാത്ത സമയത്തും മസ്ജിദുൽ ഹറം ആളുകളെ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അതിനാൽ തന്നെ സൗദി അറേബ്യയുടെ വരുമാന സ്രോതസ്സിൽ രണ്ടാമത് നിൽക്കുന്നത് റിലീജിയസ് ടൂറിസമാണ്. ഓരോ വർഷവും $12 ബില്യൺ ഇതിൽ നിന്നും സൗദി അറേബ്യക്ക് ലഭിക്കുന്നത്. കൂടാതെ മക്കയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടൽ റൂമുകളുള്ള സിറ്റി. 2,50,000-ലധികം റൂമുകളാണ് ഇവിടെയുള്ളത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 1,54,000-ലധികം റൂമുകളുമായി ദുബായിയാണ്. 3ാം സ്ഥാനം ലാസ് വേഗസുമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെയുള്ള ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനായി കിങ് അബ്ദുൽ അസീസ് ആണ് ഇവിടെ മുൻപുണ്ടായിരുന്ന അജിയത് ഫോർട്രസ് പൊളിച്ചുമാറ്റി പുതിയൊരു കോംപ്ലക്സ് പണിയാനൊരുങ്ങിയത്. ആദ്യമായി ഈ ഹോട്ടൽ കോംപ്ലക്സ് നിർമ്മിക്കുമ്പോൾ 450 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ പിന്നീടത് 600 മീറ്ററോളം ഉയരത്തിൽ വരെ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ മിനാരത്തിന് മുകളിലായി വലിയൊരു ക്ലോക്ക് കൂടി നിർമ്മിക്കണമെന്ന ആശയം സൗദി രാജാവ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്കും എക്സ്പെരിമെന്റുകൾക്കും ശേഷം ഈ ടവറിന്റെ ടോപ്പ് സ്ട്രക്ചർ പണി തീർക്കുകയായിരുന്നു. ഇനി അവർക്കുള്ള അടുത്ത സ്റ്റെപ്പ് എന്നത് ഇതിനു മുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. ഈ വർക്കിന്റെ കോൺട്രാക്ട് നൽകിയിരുന്നത് ജർമ്മൻ കമ്പനിയായിട്ടുള്ള പെരറ്റ് എന്ന കമ്പനിക്കായിരുന്നു. ഈ കമ്പനിക്ക് ഈ മേഖലയിൽ 165 വർഷത്തെ സേവന പാരമ്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഉയരത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്ലോക്ക് നിർമ്മിക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ലായിരുന്നു. അതിനായി അവരെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്തിരുന്നത് ക്ലോക്ക് ഹാൻഡ്സ് എന്നറിയപ്പെടുന്ന ക്ലോക്കിന്റെ സൂചികൾ നിർമ്മിക്കുന്നതായിരുന്നു. കാരണം 600 മീറ്റർ ഉയരത്തിലൊക്കെയുള്ള മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള കാറ്റിനെ ചെറുക്കാൻ മാത്രം ശക്തിയുള്ള സൂചികളായിരിക്കണം ഇവ. അങ്ങനെ ആ ക്ലോക്കിലെ ഏറ്റവും വലിയ സൂചിക്ക് 23 മീറ്റർ നീളവും ഏറ്റവും ചെറിയ സൂചിക്ക് 17 മീറ്റർ നീളവുമാണുള്ളത്. അതായത് ഒരു 5 നില കെട്ടിടത്തിന്റെ ഉയരം. അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകൾക്കൊടുവിൽ 5 സെറ്റ് സൂചികൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 4 ക്ലോക്കിൽ ഉപയോഗിക്കാനും 1 സ്പെയറായി ഉപയോഗിക്കാനുമായിരുന്നു പദ്ധതി.
ഈ ഓരോ സൂചികൾക്കുള്ളിലൂടെയും ഒരാൾക്ക് നടക്കാൻ പാകത്തിന് വലിപ്പമുള്ളതായിരുന്നു. വലിയ ട്രെയിലറുകൾ ഉപയോഗിച്ചാണ് ഇത് ഡെലിവർ ചെയ്തിരുന്നത്. ക്ലോക്ക് ഡ്രൈവ് എന്നറിയപ്പെടുന്ന മോട്ടോറുകൾ ഓരോ സൂചിയിലും ഘടിപ്പിച്ചിരുന്നു. കൂടാതെ അതിൽ ജോലിക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി മെയിന്റനൻസ് സ്വിച്ചും ഉണ്ടായിരുന്നു. ഇതിനുശേഷം അവർ നേരിട്ട മറ്റൊരു ടാസ്ക് എന്നത് ക്ലോക്കിന് വേണ്ട നിറം കണ്ടുപിടിക്കലായിരുന്നു. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറം നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ രാത്രി സമയങ്ങളിൽ അതിലെ LED ലൈറ്റ് കാണാൻ അത്ര ഭംഗിയുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾക്കൊടുവിൽ പച്ച LED നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിലൂടെ രാത്രി സമയത്ത് 8 കിലോമീറ്റർ അകലെ നിന്ന് പോലും ക്ലോക്കിലെ സമയം കാണാൻ സാധിക്കുമായിരുന്നു. ഈ ടവറിൽ 4 ഇഞ്ച് അകലത്തിൽ 2 മില്യൺ അഥവാ 20 ലക്ഷത്തോളം LED ലൈറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ LEDകൾ മക്കയിലെ ചൂടുള്ള കാലാവസ്ഥയിലും കേടുവരാതിരിക്കാൻ തക്ക രീതിയിൽ വർഷങ്ങൾ സമയമെടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനിയാണ് ഈ നിർമ്മിതിയിലെ ഏറ്റവും അപകടകരവും ബുദ്ധിമുട്ടേറിയതുമായ ഘട്ടത്തിലേക്ക് വരുന്നത്. അതാണ് ഇതിനു മുകളിലേക്ക് ക്രസന്റ് അഥവാ ഏറ്റവും മുകളിലായുള്ള ചന്ദ്രക്കല പ്ലേസ് ചെയ്യുന്ന ദൗത്യം. ടവറിന്റെ ഉയരം 600 മീറ്ററിലേക്ക് എത്തിക്കാൻ ഈ ചന്ദ്രക്കല ആവശ്യമായിരുന്നു. ഏകദേശം 75 അടിയോളം ഉയരവും വീതിയുമുള്ളതായിരുന്നു ഈ ചന്ദ്രക്കല. ഇത് നല്ല വ്യക്തമായി കാണാൻ വേണ്ടി കാർബൺ ഫൈബർ മിക്സ് ചെയ്ത ഫൈബർ ഗ്ലാസിൽ നിന്നാണ് ഈ ചന്ദ്രക്കല നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതിന് 35 ടണ്ണോളം ഭാരവും ഉണ്ടായിരുന്നു. ഈ ക്ലോക്ക് ടവറിലെ ഡയമണ്ട് പോലെയുള്ള സ്ട്രക്ചറും ഈ ചന്ദ്രക്കലയും നിർമ്മിച്ചത് മുൻപേ സൂചിപ്പിച്ചതുപോലെ ജർമ്മൻ കമ്പനി ആയിട്ടുള്ള റിവ എന്ന കമ്പനിയാണ്. ഈ ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകളിലുള്ള 150 മീറ്ററിലെ മുഴുവൻ ജോലിയുടെ ഉത്തരവാദിത്വവും ഈ കമ്പനിക്കായിരുന്നു. അതിനാൽ തന്നെ ഈ ജോലി ചെയ്ത് തീർക്കാൻ അവർക്ക് ഫിസിക്കലി മക്കയിൽ എത്തി ജോലി ചെയ്യണമായിരുന്നു. പക്ഷേ മക്കയിലേക്ക് മറ്റു മതസ്ഥർക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ കമ്പനിയുടെ ഓണർ അടക്കം ചില എഞ്ചിനീയേഴ്സ് ഇസ്ലാം മതം സ്വീകരിച്ച് ജോലി ചെയ്യാനായി ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ആവാത്ത മറ്റു ജോലിക്കാർ ദുബായിൽ വെച്ച് ജോലികൾ തീർത്ത് അത് മക്കയിലേക്ക് അയക്കുകയായിരുന്നു. ഇതിനെല്ലാം പുറമെ ഈ ചന്ദ്രക്കല സ്വർണം കൊണ്ട് കവർ ചെയ്യണമായിരുന്നു. സത്യത്തിൽ ഈ ചന്ദ്രക്കല മുഴുവൻ ഒരൊറ്റ പീസിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സ്ഥലപരിമിതി കൊണ്ടും താഴെയുള്ള ജനക്കൂട്ടം കൊണ്ടും അത് ടവറിൽ ഫിറ്റ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. കൂടാതെ അവിടെ ടവർ ക്രെയിനുകൾ മാത്രം വർക്ക് ചെയ്യുന്നതിനാൽ തന്നെ ഇത്രയും വെയിറ്റ് താങ്ങാനും ടവർ ക്രെയിനുകൾക്ക് സാധിക്കില്ലായിരുന്നു. അതിനാൽ തന്നെ ഈ ചന്ദ്രക്കലയെ വ്യത്യസ്ത പാർട്ടുകളാക്കി നിർമ്മിക്കുകയായിരുന്നു. ഈ ചന്ദ്രക്കലയെ ഗോൾഡ് പ്ലേറ്റഡ് ആക്കുവാനായി 100 മില്യൺ അഥവാ 10 കോടി മൊസൈക്ക് ടൈലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഓരോ ടൈലിലും തിന്നായി ഗോൾഡ് ലെയറും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൈലുകൾ വളരെ ശ്രദ്ധയോടെ 2 സെന്റിമീറ്റർ ബ്ലോക്കിലേക്ക് കട്ട് ചെയ്ത് ചന്ദ്രക്കലയിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ചന്ദ്രക്കല ദുബായിൽ വെച്ചാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ശേഷം ഇതിനെ മക്കയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇതിന്റെ ഡെമോ ആദ്യം ദുബായിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം മക്കയിലേക്ക് അയക്കുകയായിരുന്നു. കഴിഞ്ഞില്ല. ഈ ഒരു ചന്ദ്രക്കല 600 മീറ്റർ ഉയരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇതിനെ 4 ഭാഗങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഭാഗത്തിനും ഏകദേശം 4 ടണ്ണോളം ഭാരവും ഉണ്ടായിരുന്നു. എന്നാൽ ശക്തമായ കാറ്റും നല്ല രീതിയിലുള്ള ഉയരവും പെൻഡുലം എഫക്റ്റ് കാരണത്താൽ ഇതിന്റെ ഭാരം വർദ്ധിപ്പിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. ഈ പറഞ്ഞതുപോലെ ചന്ദ്രക്കലയുടെ ഒരു ഭാഗം ഉയർത്തുന്നതിനിടെ കാറ്റടിച്ച് അത് ആടിയിളകാൻ ആരംഭിച്ചപ്പോഴേക്കും ജോലിക്കാർ പെട്ടെന്നതിനെ റോപ്പ് ഉപയോഗിച്ച് കെട്ടി അതിന്റെ ആട്ടം നിർത്തുകയും ശേഷം പതിയെ അതിനെ കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യുകയുമായിരുന്നു. ഈ ചന്ദ്രക്കലയുടെ ഉള്ളിലായി 3 നിലകളാണുള്ളത്. ഒന്ന് ഓഫീസും രണ്ടാമത്തേത് മീറ്റിംഗ് റൂമും മറ്റൊന്ന് പള്ളിയുമാണ്. ഈ പള്ളിയാണ് മനുഷ്യരാശി ഇന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ സ്ട്രക്ചർ. കൂടാതെ ഈ ചന്ദ്രക്കല തന്നെയാണ് മനുഷ്യ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഉയരത്തിലുള്ള വർക്ക് സ്പേസ്. ബുർജ് ഖലീഫയുടെ ഏറ്റവും ഉയരത്തിലുള്ള നില സ്ഥിതി ചെയ്യുന്നത് 585 മീറ്റർ ഉയരത്തിലാണ്. അതുപോലെ ഷാങ്ഹായ് ടവർ 583 മീറ്ററിലുമാണ്. 2002 മക്ക ടവറിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. 9 വർഷത്തെ കൺസ്ട്രക്ഷന് ശേഷം 2011 ഇതിന്റെ പണി പൂർണ്ണമായും അവസാനിക്കുന്നത്. ഈ ടവറിന്റെ ആർക്കിടെക്ചറായിട്ടുള്ള ഗുൻഡർ നെല്ലസ് എന്ന വ്യക്തിക്ക് ഈ ക്ലോക്ക് ടവർ ഇതുവരെയും അടുത്തു വെച്ച് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. പകരം അദ്ദേഹം ദൂരെ നിന്നും ആ ടവർ കാണുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒഫീഷ്യലി രേഖപ്പെടുത്താത്ത 8ാമത്തെ ലോകാത്ഭുതമായി ഇന്നും മക്ക റോയൽ ക്ലോക്ക് ടവർ നിലകൊള്ളുന്നു. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.